ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വിനറ്റ് പാസ് എന്ന് പറയുന്ന സ്ഥലത്താണ്, യു കെയിലുള്ള. നമ്മൾ ഡെർബിഷെയറിനടുത്താണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥലത്തെ വിശേഷങ്ങളും കാഴ്ചകളും ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട്. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്യുന്നതിന് 4 മണിക്കൂറിന് 5 പൗണ്ട് 50 പെൻസാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഫുൾ ഡേ ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് 9 പൗണ്ടാണ് വരുന്നത്. അപ്പം നമ്മൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടോ, പുറകിൽ മെഷീൻ കാണാം. അപ്പോൾ അവിടെ വന്ന് മെഷീനിൽ പേയ്മെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വണ്ടി ഇതാണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ നിന്നിട്ട് ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ നടന്നു പോയി കാണാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മൾ വണ്ടിയിൽ പോയിട്ട് ഈ എൻ്റെ റോഡിൽ കൂടെ നമ്മൾ പോയിട്ട് നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ട്, സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വിൻ്ററിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുപോലെ നല്ല മഴയുള്ളൊരു സമയമാണിപ്പം. അപ്പോൾ ഇന്നിവിടെ അത്യാവശ്യം മഴയും തണുപ്പും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. സാധാരണ എല്ലാവരും ഇവിടെ വരുന്നത് സമ്മറിലാണ് വന്ന് ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നത്. സമ്മറിൽ ഇങ്ങോട്ട് അടുക്കാൻ മേലാത്ത ഒരാളുള്ള സമയമാണ്. പക്ഷേ എന്നിരുന്നാലും ഈ സമയത്ത് ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ മനോഹരമായ സ്ഥലത്തിൻ്റെ വീഡിയോ ആയിരിക്കും ഇന്നുണ്ടായിരിക്കുന്നത്. അപ്പം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് തന്നെ ഇതുണ്ട്, ഒരു ഗിഫ്റ്റ് ഷോപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് തന്നെ ഒരു ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ കൂടെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഒരു ബോട്ട് സർവീസ് പോകുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ബോട്ട് സർവീസ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു മനോഹരമായ ഒരു ഭൂപ്രകൃതിയാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് കണ്ടോ, ഈ ഒരു വഴി കൂടെയാണ് നമ്മളിപ്പോൾ കയറി പോകാനായിട്ട് പോകുന്നത്. ആ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല കോടമഞ്ഞ് ഉള്ള ദിവസമാണ് ഇന്ന്. കാരണം നമ്മൾ വാഗമണ്ണിലൊക്കെ പോകുന്ന അതേ ഒരു ക്ലൈമറ്റാണ് ശരിക്കും ഇന്നിവിടെ കിട്ടുന്നത്. അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റ്. അപ്പം നമ്മളെ കൊണ്ട് നടന്ന് കാണിക്കാൻ പറ്റുന്നിടത്തോളം സ്ഥലം നിങ്ങളെ ഇന്ന് ഈ വീഡിയോയ്ക്കകത്തോട്ട് കാണിക്കാം കേട്ടോ. വിനറ്റ് പാസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹിൽ പാസ് ആണ് കേട്ടോ. ഈ ഹിൽ പാസ് എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ലൈം സ്റ്റോൺ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത്. അതായത് നമ്മളിതിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ലൈം സ്റ്റോണുകളാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് മേലിലൂടെ തന്നെ ഈ പച്ചപ്പ് ഇങ്ങനെ മൂടി നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഈ ഒരു വിനറ്റ് പാസ് എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് പീക്ക് ഡിസ്ട്രിക്റ്റിലാണ്. ഡെർബിഷെയറിലാണ് ശരിക്കും പറഞ്ഞാൽ പീക്ക് ഡിസ്ട്രിക്റ്റ് ഉള്ളത്. അത് ഇംഗ്ലണ്ടിലെ ഡെർബിഷെയറിൽ പീക്ക് ഡിസ്ട്രിക്റ്റിലാണ് ശരിക്കും വിനറ്റ് പാസ് ഉള്ളത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഷോർട്ടായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പം ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി വരുന്നവരാണെങ്കിൽ വിനറ്റ് പാസ് എന്ന് അടിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ പീക്ക് ഡിസ്ട്രിക്റ്റിൽ വരുന്നവരാണെങ്കിൽ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ വേറെയും എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വരുവാണെങ്കിൽ ആ സ്ഥലങ്ങളിലൂടെ കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വിനറ്റ് പാസ് കാണാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പീക്ക് ഡിസ്ട്രിക്റ്റ് കാണാൻ വരുമ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്ലാനിങ്ങോടുകൂടി വരുവാണെങ്കിൽ ഒരു ദിവസം തന്നെ നമുക്ക് ഇവിടെയുള്ള പകുതി സ്ഥലങ്ങളും കാണാനായിട്ട് കഴിയും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇതിനടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. നമ്മൾ ഗൂഗിളിൽ തപ്പുവാണെങ്കിൽ നമുക്ക് അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു വിനറ്റ് പാസിലേക്ക് നമ്മൾ കയറുന്ന ഒരു എൻട്രി എന്ന് പറയുന്നത്. ഇവിടുന്ന് വണ്ടി പോകാനായിട്ടും അതുപോലെ നമുക്ക് ഇറങ്ങി പോകാനായിട്ട് ഒറ്റയൊരു വഴിയേ ഉള്ളൂ. ഇതിലെ വേണം നമ്മൾ അപ്പുറത്തേക്ക് കടന്നു പോകാനായിട്ട്. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു മലയൊക്കെ കയറിയിട്ട് വരുന്നവരാണ് കേട്ടോ. അത് അവർ നടന്ന് എൻജോയ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് ദൂരം നടന്ന് നോക്കുവാണ്. കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ വിനറ്റ് പാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ ഇങ്ങോട്ടുള്ള ഗേറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, വളരെ ചെറിയൊരു ഗേറ്റാണുള്ളത്. അപ്പോൾ അതിനകത്തൂടെ ഇങ്ങോട്ട് കടന്നു പോരാനായിട്ടുള്ള വാഹനങ്ങൾക്ക് ഇവർ ഒരു വിലക്ക് ഉണ്ട്. കാരണം ഒരുപാട് വലിയ വണ്ടികൾ, ബസ്, അതുപോലെ വലിയ വലിയ ട്രക്കുകൾ, അങ്ങനത്തെ വണ്ടികളൊന്നും ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല. ആകെ പോരാൻ പറ്റുന്ന 7.5 ടണ്ണിൽ താഴെയുള്ള വണ്ടികൾ മാത്രമേ ഇങ്ങോട്ട് കടന്നു പോരത്തുള്ളൂ. ആ രീതിയിലാണ് അവരവിടെ ഗേറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ പാസ് ചെയ്ത് നമ്മൾ പോരുന്നതും ചെറിയ പൈപ്പിലൂടെയാണ്. അപ്പം അതിന് കൂടുതൽ ഓവർ വെയിറ്റ് ആയിട്ടുള്ള വണ്ടികൾ കയറിയാൽ ആ പൈപ്പ് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കടന്നു പോരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബസ്സിലൊന്നും വന്നാൽ നമുക്ക് ഇങ്ങോട്ട് കടന്നു വരാനായിട്ട് പറ്റത്തില്ല. മാക്സിമം കാറ് ഒക്കെയാണ് ഇവിടെ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ കടന്ന് വരുന്നവർ ഗ്രൂപ്പായിട്ടാണെങ്കിൽ പോലും കാറുകളിലൊക്കെ വരാനായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്ന് ഈ മേളിലേക്കുള്ള ഈ ഒരു പാസ് ഹിൽ പാസ് കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളിതിൻ്റെ മേളിൽ വരെ പോയി
അപ്പം നമ്മൾ കുറച്ച് നേരം നടന്നു നോക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ശരിക്കും, മഴയും കൂടി ആയതുകൊണ്ട് മേളിലേക്ക് നടന്നു പോകാനായിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടിയിലാണ് നമ്മളിപ്പം മേലോട്ട് കയറി പോകുന്നത്. അപ്പോൾ ആ പോകുന്ന കാഴ്ചകളാണ് ശരിക്കും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ചാറ്റൽ മഴയത്ത് ഈ കോടമഞ്ഞിൽ മൂടി നിൽക്കുന്ന ഈ മലനിരകൾ കാണുവാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞ ഈ മലകൾ കാണുവാനായിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ഈ ഒരു പ്രദേശത്ത് കടന്നു വരുന്നത്. വിന്നറ്റ് പാസിൽ കൂടുതൽ ആളുകളും വരുന്നത് ശരിക്കും പറഞ്ഞാൽ സമ്മറിലാണ്. സമ്മറിൽ വരുവാണെങ്കിൽ കൂടുതലും നമുക്ക് ഈ നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ഒരു 2 സൈഡിലുള്ള കുന്നുകൾ മുഴുവൻ നമുക്ക് കയറാനായിട്ട് പറ്റും. ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ വിൻ്ററിലൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ശരിക്കും നടന്ന് ഈ ഒരു കുന്നുകൾ കയറാനായിട്ട്. കോടമഞ്ഞിൽ പുതഞ്ഞു നിൽക്കുന്ന ഈ ഒരു വിന്നറ്റ് പാസ് കാഴ്ചകൾ നമ്മളെ ആരെയും തന്നെ മനം കുളിർപ്പിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ കടന്നു വരാനായിട്ട് നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കുക. കാരണം UK താമസിക്കുന്നവർക്ക് ഈ ഒരു പ്രകൃതി ഭംഗി വളരെ മസ്റ്റായിട്ട് നമ്മൾ ആസ്വദിച്ചിരിക്കേണ്ടതാണ്. നിങ്ങൾ എന്താണെങ്കിലും കടന്നു വരേണ്ട ഒരു സ്ഥലമാണ് വിന്നറ്റ് പാസ്, അതുപോലെ തന്നെ ഈ ഒരു പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിന്നറ്റ് പാസിൽ നിന്നുള്ള കാഴ്ചകൾ. അതുപോലെ തന്നെ ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളെ കാണിക്കാനായിട്ട് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്, നമ്മൾ തിരിച്ചു പോകാൻ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാതിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.